D'Alembert's ratio test. In a positive term series, sigma un, if limit n tends to infinity un plus 1 divided by un equal to lambda, then the series converges for lambda less than 1 and diverges for lambda greater than 1. അതായത് പോസിറ്റീവ് ടേം സീരീസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സീരീസാണ്. അതിലെ കുറച്ച് ടേംസിന് ശേഷം മുഴുവനും എന്തായിരിക്കും, പോസിറ്റീവ് ടേംസ് മാത്രമേ ഉണ്ടാവൂ. നമ്മളോട് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1th ടേമിൻ്റെയും nth ടേമിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ലാംഡ ആയിരിക്കും, സം ലാംഡ, അതായത് ഒരു പോസിറ്റീവ് നമ്പർ. ഇനി ഈ ലാംഡ ഈ ലാംഡ 1 ചെറുതാണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും. ലാംഡ 1 കൂടുതലാണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇത് നമുക്ക് രണ്ടായി കേസായിട്ട് എടുക്കാം. കേസ് 1, വെൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി un plus 1 divided by un equal to lambda less than 1. By definition of a limit, we can find a positive number r less than 1 such that un plus 1 by un less than r for all n greater than m, leaving out the first m terms. Let the series be u1 plus u2 plus u3 plus etc. so that u2 by u1 less than r, u3 by u2 less than r, u4 by u3 less than r, etc. and so on. അതായത് നമ്മൾ un പ്ലസ് 1 ബൈ un എന്നുള്ളതിന് ലെസ് ദാൻ 6 എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം ഓൾറെഡി ഇത് എന്ന് പറയുന്നത് 1 ചെറുതാണ്. അതായത് 6 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ചെറുതായിരിക്കും. ഇനി നമുക്ക് സീരീസിനെ ഇങ്ങനെ എഴുതാം, u1 പ്ലസ് u2 u3 എക്സെട്ര ഇൻഫിനിറ്റിനെ ഈക്വൽ ടു u1 പുറത്തെടുത്തിട്ട് ഈ സീരീസിനെ 1 പ്ലസ് u2 ബൈ u1 പ്ലസ് u3 ബൈ u2 into u2 by u1 plus u4 by u3, u3 by u2, u2 by u1 plus etc. infinity. ഇനി u1 ഇൻറ്റു 1 തന്നെ, u2 by u1 എന്നത് ലെസ് ദാൻ 6 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 6 എന്ന് കൊടുക്കുന്നു, പ്ലസ് 6. അടുത്തത് u3 by u2 എന്ന് പറയുന്നതും 6 എടുക്കുന്നത്. u4 by u3, u2 by u1 6 തന്നെയാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ടേം r² ആയി. അതുപോലെ നാലാമത്തത് r³ ആവും. പിന്നെ r⁴ എക്സെട്ര എക്സെട്ര ഇൻഫിനിറ്റി. ദിസ് ഈക്വൽ ടു എന്ന് പറയുന്നത് u1 പുറത്തെടുത്തു. ഈ 1 പ്ലസ് r പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസാണ്. ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ 6ഉം, അതായത് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിൻ്റെ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസിൻ്റെ സം എന്ന് പറയുന്നത് a/1 - r ആണ്, ഇൻ കേസ് ഓഫ് r ലെസ് ദാൻ 1. അപ്പം ഇവിടെ നമുക്ക് u1/1 - r എന്ന് എഴുതാം. അത് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, സിഗ്മ un എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലാംഡ ഗ്രേറ്റർ ദാൻ 1 ആവുന്നത്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി un പ്ലസ് 1 ബൈ un ഈക്വൽ ടു ലാംഡ ഗ്രേറ്റർ ദാൻ 1. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്കൊരു വി ക്യാൻ ഫൈൻഡ് m such that un plus 1 by un greater than or equal to 1 for all n greater than or equal to m, leaving out the first m terms. Let series be u1 plus u2 plus u3 plus etc. so that u2 by u1 greater than or equal to 1, u3 by u2 greater than or equal to 1, u4 by u3 greater than or equal to 1 and so on. അതായത് അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1 കൂടുതലാണ്. അതായത് ടേംസ് തൊട്ടടുത്ത ടേംസ് അതിന് മുന്നേയുള്ള ടേംസിനെക്കാട്ടി കൂടി വരുന്നു. അങ്ങനെയുള്ള സീരീസിനെ ഈ സീരീസ് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്നിട്ട് u1 പുറത്തെടുത്തു, നേരത്തെ ചെയ്ത മാതിരി u1 പുറത്തെടുത്ത് 1 പ്ലസ് u2 ബൈ u1 അതിനെല്ലാം അങ്ങനെ എഴുതി. ഇത് എന്ന് പറയുന്നത് എന്താണ്, u2 ബൈ u1 എന്ന് പറയുന്നത് 1 ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ, അതുകൊണ്ട് നമുക്ക് 1 കൊടുക്കാം. അങ്ങനെ n ടേംസ് വരെ. അതായത്
NU1 നമുക്ക് കിട്ടും. Therefore limit n tends to infinity u1 plus u2 etc. എന്ന് പറയുന്നത് എന്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n tends to infinity NU1. ഇവിടെ കിട്ടി NU1 കൊടുത്തു. ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇൻഫിനിറ്റി കിട്ടും, അതായത് വിച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി. അതുകൊണ്ട് തന്നെ സിഗ്മ യു എൻ, അതായത് ഈ സീരീസ് സിഗ്മ യു എൻ എന്നുള്ള സീരീസ് ഈസ് ഡൈവേർജൻറ്റ്. ഇനി നമുക്ക് രണ്ട് കൊറോളറി ഉണ്ട്. കൊറോളറി 1 എന്ന് പറയുന്നത് റേഷ്യോ ടെസ്റ്റ് ഫെയിൽസ് വെൻ ലാംഡ ഈക്വൽ ടു 1. ലാംഡ ലെസ് ദാൻ 1 ആകുമ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്യുന്നു. ഇനി ലാംഡ 1 ആകുമ്പോൾ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ചെയ്യും. അതായത് കൺസിഡർ ഫോർ ഇൻസ്റ്റൻസ് ദ സീരീസ് സിഗ്മ യു എൻ ഈക്വൽ ടു സിഗ്മ 1/n⁻p 1/np എന്ന സീരീസ് കൺസിഡർ ചെയ്യുക. ഹെൻസ് ലാംഡ ലിമിറ്റ് n tends to infinity un plus 1/un ഈക്വൽ ടു റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്തു, ലിമിറ്റ് n tends to infinity 1/n plus 1p into n⁻p divided by 1. അത് ലിമിറ്റ് n tends to infinity ഇവിടുന്ന് എന്നിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളിൽ 1/n ആവും, 1 plus 1/n ആവും, 1 plus 1/n all raised to p ഉണ്ടാവും, പുറത്ത് np ഉണ്ടാവും. ഈ np കട്ടാവും, അവസാനം ലിമിറ്റ് n tends to infinity 1/1 plus 1/np മാത്രം ബാക്കിയാവും. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 1/infinity എന്ന് പറയുമ്പോൾ 0, അതായത് 1/1p ഉണ്ടാവും. അതെന്ന് പറയുന്നത് 1 തന്നെയാണ്. അതായത് ദെൻ ഫോർ ഓൾ വാല്യൂസ് ഓഫ് p ലാംഡ ഈക്വൽ ടു 1 whereas sigma 1/n⁻p converges for p greater than 1 and diverges for p less than 1. അതായത് എല്ലാ വാല്യൂ ഓഫ് p നമുക്ക് ലാംഡ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. പക്ഷെ റേഷ്യോ അല്ല, ലിമിറ്റ് n tends to infinity n+1ത്തിൻ്റെയും nth ടേമിൻ്റെയും റേഷ്യോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് n+1ത്തും nത്തിൻ്റെയും ടേമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് കിട്ടുന്നത്. പക്ഷേ അതായത് സിഗ്മ 1/np എന്നുള്ള സീരീസ് p ഗ്രേറ്റർ ദാൻ 1ന് കൺവേർട്ട് ചെയ്യുന്നു, പക്ഷേ p ലെസ് ദാൻ 1ന് ഡൈവേർട്ട് ചെയ്യുന്നു. ഹെൻസ് ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ബോത്ത് ഫോർ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് സിഗ്മ യു എൻ ആണ്. കൊറോളറി 2, രണ്ടാമത്തെ കൊറോളറി. It is important to note that this test makes no reference to the magnitude of un plus 1/un, but concerns only with the limit of this ratio. For instance, in the series 1 plus 1/2 plus 1/3 etc. plus 1/n, the ratio un plus 1/un equal to n/n plus 1 less than 1. അതായത് നമ്മൾ റേഷ്യോ n+1th ടേമിൻ്റെയും nth ടേമിൻ്റെയും റേഷ്യോൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല. പകരം അതിൻ്റെ ലിമിറ്റ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇനി ഈ സീരീസ് കൺസിഡർ ചെയ്യുക 1/n, സിഗ്മ 1/n എന്നുള്ള സീരീസ് ഫോർ ഓൾ ഫൈനൈറ്റ് വാല്യൂസ് ഓഫ് n but tends to unity as n tends to infinity. For all finite values of n but tends to infinity as n tends to infinity. അതായത് n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ റേഷ്യോ ഇൻഫിനിറ്റിയിലേക്ക്
n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ചെയ്യും. ആൾദോ ദിസ് സീരീസ് ഈസ് ഡൈവേർജൻറ്റ്. ഈ സീരീസ് എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ്. കാണുന്ന സമയത്ത് നമുക്ക് ടേംസ് ഡിക്രീസ് ചെയ്തിട്ട് വരുന്നത് തോന്നുമ്പോൾ കൺവേർജൻ്റ് എന്ന് തോന്നാം. പക്ഷെ അത് ആക്ച്വലി ഈ സീരീസ് എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് സീരീസാണ്. ഇനി രണ്ട് പ്രോബ്ലം ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സീരീസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/2√1 + x²/3√2 + x⁴/4√3 + x⁻⁴ etc. ഇൻഫിനിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0 + 2/5x + 6/9x² + 14/17x³ etc. 2n/2 divided by 2n+1 x⁻⁻1 etc. where x greater than 0. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതിനെ nth ടേം എഴുതാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ un = x⁻²n - 2 divided by n+1 into √n and n+1th ടേം എന്ന് പറയുന്നത് x⁻²n divided by n+2 into √n+1. Therefore ratio test apply ചെയ്യാം. ലിമിറ്റ് n tends to infinity un+1 divided by un equal to limit n tends to infinity x⁻²n divided by n+2 √n+1 into n+1 into √n divided by x⁻²n−2. limit n tends to infinity n+1/n+2 n/n+1 all raised to 1/2 x². അവസാനം നമുക്ക് ചെയ്തിട്ട് കിട്ടുന്നത് ദിസ് ഈക്വൽ ടു x² എന്നാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ x² എന്ന് കിട്ടും. അതായത് ഹെൻസ് σun കൺവേർജസ് ഇഫ് x² <1. x² ആണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ x²greater than 1 ആണെങ്കിൽ അത് ഡൈവേർജ് ചെയ്യും. ഇഫ് x² = 1 ആണെങ്കിൽ un എന്ന് പറയുന്നത് 1/n+1 √n and n = 1/n⁵² into 1/1 + 1/n. In taking vn 1/n⁵², we get limit un/vn. കമ്പാരിസൺ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ലിമിറ്റ് n tends to infinity 1/1 + 1/n = 1. A finite quantity കിട്ടും. Therefore both σun and σvn converge or diverge together. Since σvn = നമ്മൾ vn 1/n⁵² അടുത്തത്. പക്ഷേ ഈ σvn സീരീസ് ഈസ് എ കൺവേർജൻ്റ് സീരീസ്. അതുകൊണ്ട് തന്നെ σun എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. Hence the given series is convergent for x² < or = 1 and diverge for x² greater than 1. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് un+1/un എന്ന് പറയുന്നത് റേഷ്യോ n+1ത്തിൻ്റെ nth ടേമിൻ്റെ റേഷ്യോ കാണാം. റേഷ്യോ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിന് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n tends to infinity un+1/un ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ x എന്ന് കിട്ടും. ദസ് ബൈ റേഷ്യോ ടെസ്റ്റ് σun കൺവേർജസ് ഫോർ, അതായത് x<1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും. x>1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. ഇനി x = 1 ആകുമ്പോൾ ലിമിറ്റ് n tends to infinity un = limit n tends to infinity 2n - 2 divided by 2n+1
ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആർ റേഷ്യോ ടെസ്റ്റ് കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 1. equal to limit tends to infinity 1 minus 2 by 2 raised to n divided by 1 plus 1 by 2 raised to n equal to 1. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് 2 raised to n പുറത്തേക്കെടുത്ത് ചെയ്യുമ്പോൾ ഇതൊരിക്കലും ഇത് ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ sigma un diverges for x equal to 1. Hence the given series converges for x less than 1 and diverges for x greater than 1. അതായത് ഗിവൺ സീരീസ് എക്സ് ലെസ് ദാൻ 1 കൺവേർജ് ചെയ്യും, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജ് ചെയ്യും.